UDF-ലെ പ്രധാന ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. ലീഗാണ് കാര്യങ്ങൾ തീർച്ചപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അതിശയോക്തിയൊന്നുമല്ല. അത് ലീഗ് തന്നെയാണ് തീർച്ചപ്പെടുത്തുന്നത്. കാരണം ലീഗിന് അത്രത്തോളം തന്നെ സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുണ്ട്. ആ ലീഗ് ഇപ്പോൾ ഏറെ നാളായിട്ട് ഒരു നിശബ്ദതയിൽ കഴിയുകയാണ്. ചിലരുടെ നിശബ്ദത തന്നെ അർത്ഥഗർഭമായിരിക്കും. ആ നിശബ്ദതയിൽ നിന്ന് പലതും വായിച്ചെടുക്കാനും കഴിയും. മുസ്ലിം ലീഗും അത്തരത്തിലുള്ള ഒരു നിശബ്ദതയിലാണ് ഇപ്പോൾ. മറ്റൊന്നുമല്ല, ലീഗ് ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. ലീഗിന്റെ വഴികളിലൂടെ വലിയ അധ്വാനം നടത്തി. ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഏറ്റവും അവസാനം വന്നിട്ട് നിലമ്പൂരിലെ അവർ കഠിനാധ്വാനം നടത്തിയവരാണ്. അതുകൊണ്ടാണ് അവിടുത്തെ ഭൂരിപക്ഷം ഉയർത്തിക്കാണിച്ചതും. 40 ദിവസം മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് മുഴുവൻ സമയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരാണ്. അങ്ങനെ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് വിജയമുണ്ടാക്കിയതിന്റെ കാരണം കേരളത്തിൽ ഒരു UDF തരംഗമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. പക്ഷെ അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ കോൺഗ്രസ്സുകാർക്ക് കഴിയാതെ വരുന്നു. അത് മുന്നണിക്ക് വലിയ തകർച്ചയിലേക്കും പോകുന്നു എന്ന് ലീഗ് മനസ്സിലാക്കുന്നുണ്ട്. ലീഗ് പലവട്ടം കോൺഗ്രസ് നേതൃത്വത്തെ തിരുത്താനും കോൺഗ്രസ് നേതൃത്വത്തിലെ കലഹം ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്. ലീഗിന്റെ അഭിപ്രായം ഹൈക്കമാൻഡ് അത് മുഖവിലക്കെടുക്കും, വലിയ പ്രാധാന്യം കൊടുക്കും, സത്വര നടപടിയും സ്വീകരിക്കാറുണ്ട്. പക്ഷെ ഈ കോൺഗ്രസിനകത്തെ ഒരുമയില്ലായ്മയും കലഹവും ഒക്കെ അത് വലിയ പാർട്ടിയുടെ അല്ലെങ്കിൽ UDF-ന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന കാര്യമാണ്. അധികാരത്തിൽ വരുമോ എന്ന് തന്നെ ലീഗ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലീഗ് ഇത്തരത്തിലുള്ളൊരു നിശബ്ദതയിലേക്ക് പോയിരിക്കുന്നത്. കാരണം ലീഗ് ഒരിക്കലും ഈ അനാവശ്യമായിട്ടുള്ള വർത്തമാനത്തിലേക്ക് പോകാറില്ല. പ്രസ്താവന, മറുപ്രസ്താവന, ഇതൊന്നും പോകാറില്ല. ആവശ്യമുള്ള കാര്യങ്ങളിൽ കൃത്യമായ അഭിപ്രായം പറയും. പിന്നെ മുസ്ലിം ലീഗിനെ എന്തായി ഒരു വല്ലാത്ത രീതിയിൽ കാണുന്നതെന്ന് ചോദിച്ചാൽ, പേരിൽ ആ പാർട്ടിയില് ഒരു മുസ്ലിം എന്നുള്ള ഇത് കിടക്കുന്നുണ്ട്. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള പാർട്ടിയുമാണത്, സമുദായവുമാണത്. ഇപ്പോൾ അവർക്ക് ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും വെൽഫെയർ പാർട്ടിയും ഒക്കെ ആയിട്ട് ഒരു കൂട്ടുകെട്ടുണ്ട്. ആ കൂട്ടുകെട്ടൊക്കെ കൂടുതൽ വോട്ട് സമാഹരിച്ച് UDF-നെ അധികാരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഇവർ LDF-ലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ കൂട്ടുകെട്ടെല്ലാം തന്നെ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ അവിടെ എടുക്കുകയുള്ളൂ എന്നാണ് നമ്മളോട് പറയുന്നത്. പക്ഷേ ആ വർഗീയ കക്ഷികളുമായിട്ടും CPM കൂട്ടുകൂടിയിട്ടുണ്ട്. INL-യുമായിട്ട് PDP-യുമായിട്ട് കൂട്ടുകെട്ടില്ലേ? ഉണ്ട്. കൃത്യമായ കാര്യങ്ങളാണ്, എത്രയോ തവണ. അപ്പൊ മുസ്ലിം ലീഗ് എല്ലാ തരത്തിലും അധ്വാനം നടത്തുകയാണ്. അവർ കോൺഗ്രസ്സുകാരോട് പറയുന്നുണ്ട്, ഞങ്ങൾ മലബാറിലെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാം, നിങ്ങൾ ബാക്കിയിടങ്ങളിലെ കാര്യങ്ങൾ നോക്ക്. ശരിയാണ്, ലീഗിന് അത്രത്തോളം ഉറപ്പുണ്ട്. മലബാർ ഭാഗത്തെ വോട്ട് അവരുടെ സീറ്റുകൾ മുഴുവൻ സേഫാക്കി നിയമസഭയിൽ എത്തിച്ചു കൊടുക്കാൻ. തെക്കൻ തിരുവിതാംകൂറിലേക്ക് വരുമ്പോൾ, തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ലീഗിന് ഇടമുള്ള ഭാഗങ്ങളുണ്ട്. പക്ഷെ അവിടങ്ങളിലൊന്നും അർഹിക്കുന്ന പരിഗണനയും പ്രാധാന്യവും കോൺഗ്രസ്സുകാർ ലീഗിന് നൽകുന്നില്ല എന്നുള്ള പരാതി ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ, തെക്കൻ കേരളത്തിൽ നോക്കുമ്പോൾ, കൊല്ലം ഭാഗത്ത് മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ഒരിടമാണ്. അവിടെ അർഹിക്കുന്ന പ്രാധാന്യം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും മറ്റും കാര്യങ്ങളുമായിട്ട് നിരവധി മീറ്റിങ്ങും യോഗങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അവിടെ വിളിക്കുകയോ ചർച്ചയ്ക്കെടുക്കേണ്ട കാര്യങ്ങൾ എടുക്കുകയോ ചെയ്യുന്നില്ല എന്നാണ് ലീഗിന്റെ അതൃപ്തി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സെൻട്രൽ ട്രാവൻകൂറിലെ മധ്യ കേരളത്തിൽ ലീഗിനെ പിന്തുണയ്ക്കുന്നത് കോൺഗ്രസ് ആണ്. മലബാറിൽ അത് ചെയ്യുന്നത് കോൺഗ്രസിന് വേണ്ട തരത്തിലുള്ള പിന്തുണയും ഒക്കെ കോൺഗ്രസിന്റെ MLA-മാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ജയിച്ചു വരുന്നത് എന്തുകൊണ്ടാണ്? ലീഗിന്റെ പിൻബലത്തിൽ തന്നെയാണ്. ലീഗ് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കോൺഗ്രസ് ഇല്ലല്ലോ.
അതുകൊണ്ടാണ് പറയുന്നത് മുന്നണി ഇവർ വിട്ടുകഴിഞ്ഞാൽ സംഭവം തീരും. ലീഗ് പോയി കഴിഞ്ഞാൽ തീർന്നു. ലീഗ് എങ്ങോട്ട് പോകുമെന്ന് ചോദിക്കാം. BJP നയിക്കുന്ന NDA മുന്നണിയിലേക്ക് പോകുമോ എന്നൊരു ചോദ്യം വരാം. അത് നമുക്ക് പറയാൻ പറ്റില്ല. ഭാവിയിൽ ഉണ്ടാകാം എന്നല്ല, ഉണ്ടാകും. അത്തരത്തിൽ കേരള രാഷ്ട്രീയം മാറും. മറിച്ച് LDFിലേക്കാണ് ഇവർ പോകുന്നതെങ്കിൽ, എങ്ങോട്ടെങ്കിലും പോയാലും UDF തീർന്നു എന്നാണ് അർത്ഥം. UDFന് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഇനിയിപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. കൂടുതൽ സീറ്റ് ചോദിച്ചാൽ അതിന് വഴങ്ങിക്കൊടുക്കും. UDF കൺവീനർ അടൂർ പ്രകാശ് തന്നെ പറഞ്ഞിട്ടുണ്ട് ലീഗിന് കൂടുതൽ സീറ്റ് ചോദിക്കാൻ അർഹതയുണ്ട് എന്ന്. അതിനർത്ഥം എന്താണ്? ആ സൂചന നൽകിയിരിക്കുകയാണ്. ലീഗ് കൂടുതൽ ചോദിക്കും. ഇനി അതിന്റെ പേരിൽ ആരും ബഹളം വയ്ക്കേണ്ട, ലീഗിന് അത് കൊടുക്കുകയും ചെയ്യും. ലീഗ് കോൺഗ്രസുമായിട്ട് സീറ്റ് വെച്ച് മാറാനും ധാരണയായിട്ടുണ്ട് പലയിടങ്ങളിലും, തിരുവമ്പാടിയും ഗുരുവായൂരും അങ്ങനെ ചില ഇടങ്ങളിലൊക്കെ. കാരണം എന്തിനു വേണ്ടിയാണ്? കോൺഗ്രസിനും കുറച്ചധികം സീറ്റ് നിയമസഭയിൽ വേണ്ടേ? അവരെ എങ്ങനെയെങ്കിലും ഒക്കെ കൈ പിടിച്ചുയർത്തി 26 അധികാരത്തിൽ എത്തിക്കണം. അതിനുവേണ്ടിയാണ് അധ്വാനിക്കുന്നത്. ലീഗ് പറയുന്നുണ്ട് ഞങ്ങളുടെ ഇടം മുഴുവൻ ഞങ്ങൾ നോക്കിക്കൊള്ളാം, നിങ്ങൾ അങ്ങോട്ടേക്ക് പോകൂ. ലീഗിന്റെ കോട്ടയിലൊന്നും പോയി CPM ഒന്നും ചെയ്യത്തില്ല. തീക്കട്ടയില് എർഭരിക്കുമോ? അത്ര പെട്ടെന്നൊന്നും CPMന് അവിടെ കൊത്തിപ്പറിക്കാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓപ്ഷൻസ് ധാരാളം ഉണ്ട്. അത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. അവർക്ക് വേണമെങ്കിൽ മുന്നണി വിട്ട് LDFിലേക്ക് പോകാം. ഇനിയിപ്പോ നോക്കിക്കോ, 26 ഏതെങ്കിലും കാരണവശാൽ CPM നയിക്കുന്ന LDFന് വേണ്ടത്ര സീറ്റ് ഇല്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു തൂക്കി രീതിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ലീഗിനെ വശത്താക്കാൻ വേണ്ടിയിട്ട് CPM തയ്യാറെടുക്കും. ലീഗിന്റെ ബാർഗെയിനിങ്ങിന് വഴങ്ങിക്കൊടുക്കും. LDF പലപ്പോഴും ഘടകകക്ഷികളുടെ ബാർഗെയിനിങ്ങിനൊന്നും വഴങ്ങാത്തതാണ്. അത് CPMന്റെ ഒരു പൊതു സ്വഭാവമാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനോടായാലും എന്തിന് CPIയോട് പോലും. ലീഗ് LDFിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ CPIയുടെ സ്ഥിതി എന്താകും? ബിനോയ് വിശ്വം ആകാശത്ത് നോക്കിയിരിക്കേണ്ടി വരും. കേരള കോൺഗ്രസ് മാണി വിഭാഗം അങ്ങോട്ടേക്ക് കയറി വന്നപ്പോൾ എന്താണ് പറഞ്ഞത്? അത് കാനം രാജേന്ദ്രൻ ആവുന്നത്ര എതിർത്തു നോക്കി, നടക്കുന്നില്ല. ഒടുവില് CPIയുടെ സ്ഥാനവും മാനവും ഒന്നും നഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അതങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ ബാർഗെയിനിങ് അല്പം പവർ അല്പം കുറയ്ക്കാൻ CPMന് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരും അവിടെ അതൃപ്തരായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDFന് ഒരു 26 കയറി വരാമോ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അതുകൊണ്ട് അതങ്ങനെ സംശയത്തിൽ നിൽക്കുന്നത് കൊണ്ട് മുന്നോട്ട് പോകാൻ എന്ത് വേണമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ലീഗിന്റെ ഒരു നിശബ്ദത പലപ്പോഴും നമ്മൾ കാണേണ്ട കാര്യം തന്നെയാണ്. LDF ലേക്ക് വന്നു കഴിഞ്ഞാൽ CPIക്ക് അവിടെ ലീഗ് LDFിലേക്ക് ചെന്നു കഴിഞ്ഞാൽ CPI ഇല്ലാതാകുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അപ്പൊ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അധികാരം വരണം. അത് 2026 ഇനി ഈ കോൺഗ്രസിന്റെ കൂടെ നിന്ന് സ്ഥിതി ഇതാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വഷളാവും. അവരുടെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക അടിത്തറയല്ല, അതൊക്കെ അവർ ഭദ്രമാണ്. ഇപ്പോൾ CPMകാരെ ഏതെങ്കിലും ഒരു തവണ അധികാരമില്ലാതെ പുറത്തു നിന്ന് കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ദോഷം ചെയ്യത്തില്ല. ആ അടിത്തറ ഭദ്രമാണ്, ശക്തമാണ്. അവരുടേതായ എല്ലാ മെഷീനറിയും അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കും. AKG സെന്ററും ദേശാഭിമാനിയും കൈരളിയും എല്ലാം ആ തരത്തിൽ വളരെ ശക്തിയോടുകൂടി തന്നെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ കോൺഗ്രസ്സുകാർ അങ്ങനല്ല. കോൺഗ്രസ്സുകാർക്ക് ഒരു തവണ ഭരണമില്ലാതെ വന്നാൽ പോലും അവർക്ക് സാമ്പത്തിക അടിത്തറ തകർന്നു പോകും. ഇതിപ്പോ 2 തവണയാണ്. 10 വർഷമായിട്ട് സാമ്പത്തിക ഭദ്രത തകർന്നു നിൽക്കുകയാണ്. KPCC ആസ്ഥാനത്ത് കിടക്കുന്ന വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ പോലും പണമില്ലാത്ത സ്ഥിതിയിലായിരിക്കുകയാണ് കോൺഗ്രസ്.
അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് മൂന്നാം തവണയും പുറത്തു നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാലുള്ള സ്ഥിതി ആലോചിച്ച് നോക്ക്. അങ്ങനെ വന്നു കഴിയുമ്പോൾ, അങ്ങനെ ഒരു വർത്തമാനം നിൽക്കുമ്പോൾ തന്നെ ഇവർക്ക് വേണ്ട തരത്തിലുള്ള ഫണ്ട് സ്വരൂപിക്കാനും കഴിയാതെ വരും. ഇനിയും ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കുന്നുണ്ട്. ഈ സീറ്റ് ചോദിക്കുന്നത് കൊണ്ട് കുഴപ്പം സംഭവിക്കാൻ പോവുകയാണ്. 26 UDF അധികാരത്തിൽ വരുന്നില്ല എങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സീറ്റ് നഷ്ടപ്പെടുകയാണെങ്കിൽ കോൺഗ്രസിനേക്കാൾ സീറ്റ് മുസ്ലിം ലീഗിന് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മുസ്ലിം ലീഗിനായിരിക്കും പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കേണ്ടി വരിക. കുഞ്ഞാലിക്കുട്ടിക്ക് പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്, ലീഗിന് പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ലീഗ് നിർണായക ശക്തിയുമായിട്ട് നിൽക്കുകയാണ്.